പ്രിയ വചനയാത്രക്കാരെ, സ്നേഹപൂർവ്വം തപസ്സുകാലം 2-ാം ഞായറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് രൂപാന്തരീകരണത്തെക്കുറിച്ചാണ്. 7 പോയിന്റുകളായി യേശുവിൻ്റെ രൂപാന്തരീകരണം നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 1. രൂപാന്തരീകരണത്തിൻ്റെ സാഹചര്യം. കേസറിയ ഫിലിപ്പിയിലെ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞാണ് രൂപാന്തരീകരണമെന്ന് വിശുദ്ധ മർക്കോസും 8 ദിവസം കഴിഞ്ഞാണെന്ന് വിശുദ്ധ ലൂക്കായും പറയുന്നു. സുവിശേഷങ്ങളിൽ താബോർ മല എന്ന് പറയുന്നില്ല. സങ്കീർത്തനം 89:12 താബോറിനെ കുറിച്ചുള്ള സൂചന കാണുന്നു. 1843 അടി ഉയരമുള്ള മലയാണ് താബോർ മല. ഗലീലിയിലെ ശുശ്രൂഷ കഴിഞ്ഞു ജെറുസലേമിലേക്ക് പോകുന്ന വഴിയാണ് യേശു ഉയർന്ന മലയിലേക്ക് കയറുന്നതും അവിടെ വച്ച് ഗെത്സമനിലേക്കും കാൽവരിയിലേക്കുമുള്ള യാത്ര ഉറപ്പിക്കുന്നതും. യേശുവിനെ ക്രിസ്തുവായി ശിഷ്യന്മാർ തിരിച്ചറിയുന്നു. അപ്പോൾ യേശു തന്നെക്കുറിച്ചുള്ള ദൈവനിശ്ചയം യേശു തന്നെ ശിഷ്യർക്ക് വെളിപ്പെടുത്താൻ തുടങ്ങുന്നതാണ് രൂപാന്തരീകരണം. ആദ്യം അവരുടെ തിരിച്ചറിവ് പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയാണ് നാം മനസ്സിലാക്കുന്നത്. യേശു പീഡാസഹനത്തിലൂടെയും മരണത്തിലൂടെയും കടന്നു പോകുന്നതാണ് രൂപാന്തരീകരണം. 2. മേഘം. ബൈബിളിൽ മേഘം എപ്പോഴും ദൈവ സാന്നിധ്യമാണ്. മോശ ദൈവത്തെ കാണുന്നത് മേഘത്തിലാണ്. ദൈവം കൂടാരത്തിൽ വരുന്നതും മേഘത്തിലൂടെയാണ്. സോളമൻ രാജാവ് ദൈവാലയം സമർപ്പിച്ചപ്പോഴും ദൈവം മേഘത്തിലാണ് ദൈവാലയത്തിനകത്ത് നിറഞ്ഞു നിന്നത്. മിശിഹ വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവാലയത്തിൽ നിറയും എന്ന് യഹൂദർ വിശ്വസിച്ചിരുന്നു. മോശ. ഇസ്രായേലിൻ്റെ നിയമം നൽകുന്നവനെയാണ് മോശ പ്രതിനിധാനം ചെയ്യുന്നത്. ഏലിയായാകട്ടെ തീക്ഷ്ണമതിയായ പ്രവാചകന്മാരിൽ അഗ്രഗണ്യനെയാണ് സൂചിപ്പിക്കുന്നത്. മോശ ചെങ്കടൽ കടത്തിയതുപോലെ യേശു ദൈവജനത്തെ മരണത്തിൻ്റെ കടൽ കടത്തി ജീവനിലേക്ക് കൊണ്ടുവന്നു. 3. മനസ്സിലാക്കാത്ത പത്രോസ്. യേശുവിൻ്റെ വേർപാടിനെക്കുറിച്ചാണ് അഥവാ യേശുവിൻ്റെ പീഡാസനത്തെക്കുറിച്ചാണ് മോശയും ഏലിയായും സംസാരിച്ചത്. ഉറങ്ങിയ ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലായില്ല. അവരുടെ നേതാവായ പത്രോസ് മനസ്സിലാക്കാത്തവനാണ്. അവൻ മനസ്സിലാക്കേണ്ടിയിരുന്നത് ഇതാണ്: ദൈവം കരങ്ങളാൽ നിർമ്മിതമായ കൂടാരങ്ങളിൽ വസിക്കുന്നില്ല. ഇതറിയാതെ കൂടാരം നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 8:48. ദൈവം കുടിയിരിക്കേണ്ടത് ഹൃദയങ്ങളിലും പാവപ്പെട്ടവരിലും കുടിയേറ്റക്കാരിലും പ്രപഞ്ചത്തിലുമാണെന്നുള്ള ഒരറിവ് അഥവാ ഒരു തിരിച്ചറിവിൻ്റെ കാലമായി എന്ന് തോന്നുന്നു. പത്രോസ് 3 പേരെയും തുല്യരായിട്ടാണ് കാണുന്നത്. എന്നാൽ അവർ 3 പേരും തുല്യരല്ല. യേശു ദൈവപുത്രനാണ്. മറ്റു 2 പേരും യേശുവിനെ സേവിക്കാൻ അയക്കപ്പെട്ടവരാണ്. മോശ ദൈവഭവനത്തിൽ ഭൃത്യനെ പോലെയെന്നും യേശു ദൈവഭവനത്തിൽ പുത്രനെ പോലെയെന്നുമാണ് കാണുന്നത്. ഹെബ്രായർ 3:5-6 വരെയുള്ള വചനങ്ങൾ. എന്നാൽ പത്രോസ് ഇത് മനസ്സിലാക്കാതെയാണ് യേശുവിനോട് കൂടാരങ്ങൾ നിർമ്മിക്കാമെന്ന് പറയുന്നതും അതുപോലെ തന്നെ 3 പേരുടെയും സ്ഥാന വ്യത്യാസം അല്ലെങ്കിൽ സ്ഥാനമഹിമ മനസ്സിലാക്കാതെയും പറയുന്നതും. 4. യേശു മലയിൽ നിന്നിറങ്ങി. മലമുകളിലെ ഈശ്വരാനുഭവം ചേരിയിലെ ചോരമണത്തിൽ ചാലിച്ചെടുക്കണം. തിന്മ നിറഞ്ഞ ലോകവും വ്യവസ്ഥിതികളും മാറ്റിമറിക്കാൻ അനുദിന ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് വരണം. ജീവൻ്റെ സംസ്കാരം പടുത്തുയർത്തണം. രൂപാന്തരീകരണം. അതിന് സാക്ഷ്യമുണ്ടായിരുന്നു. രൂപാന്തരീകരണത്തിന് ഭൂമിയിൽ 3 സാക്ഷികൾ: പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. സ്വർഗത്തിൽ നിന്ന് 3 സാക്ഷികൾ: പിതാവായ ദൈവം, മോശ, ഏലിയ. അവരുടെ സാക്ഷ്യം ഇതായിരുന്നു. 2 പത്രോസ് 1:18 ഇപ്രകാരം വിശുദ്ധ പത്രോസ് പറയുന്നു:
വിശുദ്ധ മലയിൽ വെച്ച് സ്വർഗീയ സ്വരം കേട്ട പത്രോസ് ഉന്നതങ്ങളിൽ നിന്നുള്ള ജ്ഞാനം ശുദ്ധവും സമാധാനപൂർണവും സത്ഫലങ്ങൾ നിറഞ്ഞതുമെന്ന് യാക്കോബ് 3:17 പിതാവിൻ്റെ ഏകജാതൻ്റെതായ കൃപയും സത്യവും നിറഞ്ഞ മഹത്വം യോഹന്നാൻ ദർശിച്ചുവെന്ന് യോഹന്നാൻ 1:14 പറയുന്നു. രൂപാന്തരീകരണത്തിൻ്റെ സാക്ഷ്യം യാക്കോബും യോഹന്നാനും പത്രോസുമൊക്കെ മേൽപ്പറഞ്ഞ ഭാഗത്ത് വളരെ കൃത്യമായും അതിനെ അടിസ്ഥാനമാക്കി അവരുടെ ശ്രോതാക്കളെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. 6. രൂപാന്തരീകരണത്തിൻ്റെ വിവിധ മാനങ്ങൾ. 6.1 പുരോഹിത രാജ്യം. പൗരോഹിത്യത്തിൻ്റെ വിശുദ്ധ വസ്ത്രം അണിയിച്ച് പാപപരിഹാരത്തിനായി യേശു സ്വയം ബലിയർപ്പിക്കുന്നു. യേശു തന്നെ ലോകത്തിൻ്റെ പ്രകാശമായി മാറുന്നതാണ് നാം ഇവിടെ കാണുന്നത്. 6.2 പ്രവാചകമാനം. മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ മഹത്വത്തോടെ ആഗതനാകും. അങ്ങനെ തൻ്റെ രാജ്യം സ്ഥാപിച്ച് മനുഷ്യരെ വിധിക്കും. 6.3 പ്രതീകാത്മക മൂല്യം. നമ്മുടെ ആത്മശരീരങ്ങൾ രൂപാന്തരം പ്രാപിച്ച് യേശുവിനോടൊപ്പം മഹത്വത്തിൽ പങ്കുപറ്റും. യേശു സഹനത്തിലൂടെ മഹത്വം പ്രാപിച്ചതുപോലെ ദൈവരാജ്യത്തിനു വേണ്ടി അനുദിന കുരിശുകൾ വഹിച്ച് മഹത്വത്തിലേക്ക് നമ്മൾ കടന്നു വരണം. 6.4 പ്രേക്ഷിത പ്രവൃത്തിയുടെ മാനമുണ്ട് രൂപാന്തരീകരണത്തിൽ. ധ്യാനാത്മകതയിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടാതെ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നതാണത്. ലോകത്തിൻ്റെ പ്രകാശമായവൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സ്നേഹപ്രവർത്തനങ്ങളിലൂടെ ക്രിസ്തു ശിഷ്യർ പ്രകാശമാകണമെന്നാണ്. 7 ഉൾക്കാഴ്ചകൾ. 1 ഉയർന്ന സ്ഥലത്തു നിന്ന് ഉയർന്നു ചിന്തിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ഉൾക്കാഴ്ച നമുക്കുണ്ടാകും. അതിന് യേശുവിനോടൊപ്പം താബോർ മല കയറാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. യേശുവിനെ പോലെ പ്രാർത്ഥനയിൽ മുഴുകണം. പ്രാർത്ഥന പ്രവർത്തനമാകണം. പ്രാർത്ഥന നമ്മെ രൂപാന്തരപ്പെടുത്തും. 7.2 വഴി തിരഞ്ഞെടുക്കുക. യേശുവിന് സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും വഴി, ശിഷ്യർക്ക് സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും വഴി. സംശയ നിവാരണം ഒരു വ്യാഖ്യാനം വഴി നൽകുന്നതാണ് രൂപാന്തരീകരണം. അവൻ പറയുന്നത് ശ്രവിക്കാനാണ് പറഞ്ഞത്. ഞാനാണ് വഴി എന്ന് പറഞ്ഞവൻ വെളിപ്പെടുത്തിയ വഴി സത്യമെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു രൂപാന്തരീകരണത്തിലൂടെ. നമുക്കും രൂപാന്തരപ്പെടാം. വാക്കുകൾ, ചിന്തകൾ, നോട്ടങ്ങൾ, തീരുമാനങ്ങൾ, പ്രവൃത്തികൾ ഇവ യേശു കൊണ്ടുവന്ന ദൈവരാജ്യവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുമ്പോൾ ദൈവരാജ്യത്തിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും രൂപാന്തരം സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ് ടി.